ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി ശ്രീമതി ശോഭന ഉണ്ണിത്താനെ ഈ വേദിയിലേക്ക് വിനയപൂർവ്വം ക്ഷണിക്കുന്നു. Ms. Shobana Unnithan, please come on to the stage to light up the Nirlavalak. ഓണാഘോഷ പരിപാടികളിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വമായി സ്വീകരിക്കുന്നു. Thank you, Andy. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. ഈ വചനങ്ങളുടെ സത്ത ഉൾക്കൊണ്ട് കേരളം ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തി തൻ്റെ പ്രിയപ്പെട്ട പ്രജകളോടൊപ്പം കേരളത്തിൽ ഓണം ആഘോഷിച്ച ശേഷം ഇന്നിതാ പ്രവാസികളായ നമ്മളോടുകൂടി ഓണം ആഘോഷിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ആ മഹാരാജാവിനെ, ആ മഹാബലിയെ നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് ഇവിടേക്ക് സ്വാഗതം ചെയ്യാം. When Mahabali or Maveli, the Asura king, ruled Kerala, all people were equal. There were no corruptions, crime, discrimination, poverty, sorrow or disease. On this Onam day, the return of Mahabali to Kerala, we requested the king to have his honorable presence here in Pittsburgh, which he graciously accepted. Dear friends, please welcome Mahabali to our Onam celebration. ഈ വർഷവും നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. ഈ സംഘാടകർ വളരെ ബുദ്ധിമുട്ടിയാണ് ഓണം ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അവൾക്ക് അതിയായി നന്ദി പറയുന്നു. നിങ്ങളെ ഏവരെയും കാണാൻ കഴിഞ്ഞതിലും ഓണസദ്യ കഴിക്കാൻ സാധിച്ചതിലും അതിയായ സന്തോഷം. ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും ഭരിച്ചിരുന്ന കാലത്തെ സന്തോഷവും നന്മയും
കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓണാശംസകൾ. ആർപ്പോയ് ഈറോ ഈറോ. അടുത്ത പ്രോഗ്രാം പ്രാർത്ഥന പല്ലവി ആൻഡ് സാൻഷ. പ്രേയർ ബൈ പല്ലവി ആൻഡ് സാൻഷ. ഓണത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീമതി ശോഭന ഉണ്ണിത്താനെ ഈ വേദിയിലേക്ക് വീണ്ടും ക്ഷണിക്കുന്നു. Please welcome Shobana Unithan onto the stage to enlighten us about Onam. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ധാരാളം കലാവിരുന്നുകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതുപോലെ വിഭവസമൃദ്ധമായ സദ്യയും കാത്തിരിക്കുന്നത് കൊണ്ട് വളരെയധികം പറഞ്ഞ് നിങ്ങളെ ഞാൻ മുഷിപ്പിക്കുന്നില്ല. ഒരു പൊന്നോണം കൂടി വന്നു പോകുന്നു. ഓരോ മലയാളിയുടെ മനസ്സിലും ബന്ധത്തിൻ്റെ കാഠിന്യവും സ്നേഹത്തിൻ്റെ കുളിർമയും പകരുന്ന മധുര സങ്കല്പമാണ്. മാനവരക്ഷ എന്നുള്ളതാണ്
ഓണത്തിൻ്റെ സന്ദേശം. പണ്ട് കേരളം വാണിരുന്ന മഹാബലി ചക്രവർത്തിയെ, പ്രജാക്ഷേമ തൽപരനായ മഹാബലി ചക്രവർത്തിയെ കേരളീയർ ഇന്നും കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. സമാധാനം, സന്തോഷം, ഐശ്വര്യ സമൃദ്ധി ഇവയെല്ലാം ഒത്തിണക്കിയ ഒരു ഭരണമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. അന്നത്തെ ആ കാലത്തെക്കുറിച്ച് കവികൾ വളരെയധികം പാടി പുകഴ്ത്തിയിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ 3-4 വരികൾ ഞാനിവിടെ പാടുകയാണ്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിനു തുല്യമായി കള്ളപ്പാറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഇന്നത്തെ ആ സമുദായത്തിൽ വർത്തമാന സമൂഹത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് അന്നത്തെ ആ കാലത്തിൻ്റെ മനോഹാരിത നമുക്ക് വ്യക്തമാകുന്നത്. ആർക്കും തമ്മിൽ ഒരു ഭേദമില്ലാതെ, കള്ളവും ചതിവുമില്ലാതെ, എന്തിന് ഒരു പൊളി വാക്ക് പോലുമില്ലാത്ത ആ മനോഹരമായ കാലം. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലൊരു സ്വർഗം സൃഷ്ടിച്ചിരുന്ന മാവേലി തമ്പുരാൻ ആ ഭരണം കണ്ട അസൂയാലുക്കളായ ദേവന്മാര് മഹാവിഷ്ണുവിനോട് പരാതിപ്പെട്ടിട്ട് മഹാവിഷ്ണു വാമന രൂപത്തിൽ ഭൂമിയിൽ വന്ന് എന്തുവേതും ചോദിച്ചാൽ കൊടുക്കുന്ന മഹാരാജാവിനോട് 3 അടി ഭൂമി ആവശ്യപ്പെട്ടു. എന്തു വേണമെങ്കിലും തരാമല്ലോ, എവിടുന്ന് വേണമെങ്കിലും 3 അടി ഭൂമി എടുത്തോളൂ എന്ന് പറഞ്ഞ ആ വാമനൻ പെട്ടെന്ന് വളർന്ന് 2 അടി കൊണ്ട് തന്നെ 3 ലോകവും കീഴ്പ്പെടുത്തി 3-ാമത്തെ അടി എവിടെ എന്ന് ചോദിച്ചപ്പോൾ ആ മഹാനുഭാവനായ ആ ചക്രവർത്തി എൻ്റെ തലയിൽ വെച്ചോളൂ എന്ന് പറഞ്ഞ് തലയിൽ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി. ആ സമയത്തൊന്ന് ആവശ്യപ്പെടുകയുണ്ടായി, വർഷത്തിലൊരിക്കൽ എൻ്റെ പ്രജകളെ കാണാൻ ഇവിടെ ഒന്ന് വരണം. അതിന് ചിങ്ങമാസത്തിലെ ശ്രാവണ നക്ഷത്രത്തിൽ പൂർണ്ണചന്ദ്രൻ സഞ്ചരിക്കുന്ന ആ ദിവസം, അതാണ് തിരുവോണം. ആ തിരുവോണ നാളിൽ അദ്ദേഹം ഇവിടെ വരവാണ്. ആ സമയത്ത് വളരെയധികം സന്തോഷത്തോടു കൂടി അത്തപ്പൂവൊക്കെ ഇട്ട് വലിയ തൂഷനില മുറിച്ചിട്ട് കുത്തരി ചോറ് വിളമ്പി ധാരാളം നാടൻ വിഭവങ്ങൾ ഒരുക്കി പായസമൊക്കെ ഉള്ള വിഭവസമൃദ്ധമായ സദ്യ, കുട്ടികൾ പുലിക്കളി, കടുവാകളി എന്നുള്ള ധാരാളം കളികളിൽ ഏർപ്പെടുന്നു, സ്ത്രീകൾ തിരുവാതിര കളിക്കുന്നു. ആകെപ്പാടെ സന്തോഷപ്രദമായ ആ ഒരു സന്ദർഭമാണ് ഉണ്ടാകുന്നത്. ഇന്ന് നമുക്ക് കൊയ്തെടുക്കാൻ വിളകളില്ല, നിറഞ്ഞ പത്തായപ്പുരകളില്ല. എങ്കിലും ഇല്ലായ്മയും വല്ലായ്മയും നോക്കാതെ, ഇത്തിരിയെന്നോ ഒത്തിരിയെന്നോ നോക്കാതെ സൗഹൃദങ്ങൾ കൂട്ടിയിണക്കി യോജിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ വിദേശ മലയാളികൾ, കേരളത്തിൽ ഇപ്പോൾ വലിയ ഓണാഘോഷ പരിപാടികളൊന്നുമില്ല. എല്ലാവരും ഉച്ചയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ജീവികളുടെ മുമ്പിൽ ചവഞ്ഞിരുന്ന് ഇരിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ സഹോദരി നാട്ടിലുണ്ട്. സഹോദരി പറയുകയായിരുന്നു, ഓണത്തിനൊന്നും ഒരുക്കങ്ങളും സന്തോഷമൊന്നുമില്ല. പക്ഷെ ഇന്ന് വിദേശ മലയാളികളായ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇത് ആഘോഷിക്കുന്നു. മുന്നത്തേതിലുമൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഓരോ വർഷം കഴിയുന്ന ഒരു അസോസിയേഷന് ഈ പരിപാടികൾ വളരെ ഭംഗിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇത് കേരളവും കേരളീയരും ഉള്ളിടത്തോളം കാലം കേരളത്തിൻ്റെ തനതായ മഹോത്സവം എല്ലായിടത്തും ആഘോഷിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.
Thank you. So.